അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള ഒരു ചെറിയ പാർക്കിലാണ്. അത്ര ചെറുതൊന്നുമല്ല, ഫ്ലാറ്റ് സ്പ്ലിറ്റ്സ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. നഗരത്തിന് നടുവിലാണെന്നത് ഒരു തരത്തിലും നമുക്ക് തോന്നില്ല. വളരെ പീസ്ഫുള്ളായ ഒരു സ്പോട്ട്. ഫോൾ സീസൺ ജസ്റ്റ് അവസാനിച്ചിട്ടേ ഉള്ളൂ. മരങ്ങളിൽ കൂടുതലും ഇല പൊഴിച്ച് മഞ്ഞുകാലത്തിനെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണ്. ലേക്ക് സൂറിക്കിലേക്കുള്ള കൈവരികളോട് ചേർന്നാണ് ഈ പാർക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പൊഴിഞ്ഞു വീണ ഇലകൾക്കിടയിലൂടെ പൂവണിഞ്ഞ മോഹങ്ങളെയും കൂട്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഈ പാർക്കിനെ ചുറ്റിപ്പറ്റി സ്വിസ് ഗവൺമെൻറ് പുലിവാല് പിടിച്ചൊരു കഥയുണ്ട്. 1980കളിൽ ഇവിടെ ഒരു പ്രശ്നം നടന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൽ ഹെറോയിൻ യൂസ് ചെയ്യാനായി ആളുകൾ ഒരുപാട് വരാൻ തുടങ്ങി. ഇവരെ പിരിച്ചുവിടുന്നത് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ട്രിക്ക് പുറത്തെടുത്തു. പാർക്കിനുള്ളിൽ ഇവർ ഡ്രഗ് യൂസും സെയിൽസും ലീഗലാക്കി കൊടുത്തു. എയ്ഡ്സ് ക്യാമ്പയിൻ്റെയും മറ്റും ഭാഗമായിട്ടായിരുന്നു ആ തീരുമാനം. പക്ഷേ സംഗതി കയ്യിൽ നിന്ന് പോയി. അവസരം മുതലെടുത്ത് യൂറോപ്പിലെ തന്നെ എല്ലായിടത്തു നിന്നും അഡിക്ട്സും ഡ്രഗ് ഡീലേഴ്സും ഇവിടെ എത്തിപ്പറ്റി. പലപ്പോഴും ഇവർ തമ്മിൽ വൻ അടിപിടികളും നടന്നു. 1000-ലധികം വരുന്ന ക്രൗഡ് ദിവസേന ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഓവർഡോസ് കേസുകളും പെരുകി വന്നു. പിന്നെ ഇതിന് നീഡിൽ പാർക്ക് എന്നൊരു കുപ്രസിദ്ധിയും കൂടെ കിട്ടിയതോടുകൂടി സൂറിക് കോർപ്പറേഷൻ ആകെ ചെറിയ ഒരു വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്ന അവസ്ഥയിലായി. അവസാനം വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുവിധമാണ് അതോറിറ്റീസ് എല്ലാം ഒഴിപ്പിച്ച് ഇന്നീ കാണുന്ന പോലെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ഗാർഡനായി ഇവിടെ മാറ്റിയത്.